എന്നെ ഗോവിന്ദ സാറ് വിളിച്ചായിരുന്നു. ആ സാറിനെ കാണാൻ പോവാ. അയാള് വിളിച്ചോണ്ട് മാന്യമായിട്ടല്ലേ പോകുന്നത്. എന്നാൽ അയാൾ ആന്റിയെ പറ്റി അച്ഛമ്മടുത്ത് എന്തൊക്കെയാ പറഞ്ഞു കൊടുത്തെന്നറിയാമോ? നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ല, പാത്രം കഴുകാനും അറിയില്ല, ഒരു ചുക്കും അറിയില്ല, അതുകൊണ്ട് നിങ്ങളെ ജോലിന്ന് പറഞ്ഞു വിടണമെന്നാ പറഞ്ഞത്. അങ്ങനെയാണോ പറഞ്ഞത്? അതെ ആന്റി. ആ തോന്നിവാസി അങ്ങനെയൊക്കെ പറഞ്ഞല്ലേ? അവന് ഒരു ദിവസം ഞാൻ കൊടുക്കുന്നുണ്ട്. ആ മണ്ടക്കിട്ട് കൊട്ടി. എന്തിനാ പിന്നേക്കുന്നത്? ഇന്ന് തന്നെ അയാളുടെ തലകിട്ട് കൊട്ടി ഒരു വഴിയാക്ക്. അകത്ത് ബാത്റൂമിൽ സോപ്പ് വെച്ച് മുഖം കഴിക്കൊണ്ടിരിക്കുക. ഇത് കളഞ്ഞാ വേറെ നല്ല ചാൻസ് കിട്ടില്ല. നിങ്ങളുടെ കൊട്ടിന് ശക്തിയുണ്ട്. ഇനി ഒരിക്കലും അയാൾ മിണ്ടരുത്. വെള്ളം വരുന്നില്ലോ. അയ്യോ സെക്യൂരിറ്റി, എവിടെ പോയി കിടക്കുവാ? എന്താ ആന്റി, നല്ലോണം തലക്കിട്ട് കൊട്ടിയോ? നിങ്ങൾ ശക്തിയിൽ കൊട്ടിട്ട് ഞാൻ വരുന്നേ. നല്ല കാര്യാ ചെയ്തത്. എടോ സെക്യൂരിറ്റി, താൻ എവിടെയാ? ഹണി, എങ്ങോട്ടായി പോകുന്നത്? അല്ല കവി മോനെ, ഏതോ നായ കുരയ്ക്കുന്ന പോലെ ഒച്ച ഞാൻ കേട്ടല്ലോ. അത് എവിടുന്നാന്ന് ഞാൻ... അത് നായല്ല, നമ്മുടെ ഗോവിന്ദങ്ങൾ കരഞ്ഞതാ. അവനെന്തിനാ ഒച്ച വെക്കുന്നേ? ഇല്ല, അത് വിട്. അച്ഛമ്മേനടുത്ത് മുത്തശ്ശിയെ പറ്റി എന്തെന്നാ പറഞ്ഞെന്നറിയാവോ? എന്താ പറഞ്ഞത്? നിങ്ങൾ വയസ്സായ കിളവിയാ, കിഴങ്ങത്തിയാ, ചെവിയും കേക്കില്ല, കണ്ണാണെ കാണുകയില്ല. ഈ ഓൾഡ് പീസിനെ കൊണ്ടുപോയി ഏതെങ്കിലും വൃദ്ധസദനത്ത് ആക്കാൻ പറഞ്ഞ്. കരിങ്കൊരങ്ങ് അങ്ങനെയാ പറഞ്ഞത്? അതേ മുത്തശ്ശി. മുത്തശ്ശി അങ്ങനെ പറഞ്ഞതിന് ഞാനും അയാളുടെ തലമണ്ടക്കിട്ട് 4 കൊട്ട് കൊട്ടിയതാ. മുത്തശ്ശിയും പോയി കൊട്ട്. എവിടെ അവൻ? എവിടെയാ ഉള്ളത്? ആ ബാത്റൂമില്. അയ്യോ സെക്യൂരിറ്റി, എന്നെ വൃദ്ധസ്ഥാനത്തിലാക്കണമെന്ന് പറഞ്ഞു അല്ലേ? ഇപ്പൊ കാണിച്ചു കൊടുക്ക. കണ്ടോ? എന്താ ഹണി, തലമുണ്ടക്ക് നല്ല കൊട്ടു കൊട്ടിയോ? കൊട്ടിയൊന്നോ? അവന്റെ തല പൊളന്നിട്ടുണ്ടാവും. ആരാ തലക്കിട്ട് കൊട്ടിയത്? ആരാ? സമാധാനായിട്ട് ഉറങ്ങ്. ശരി മോനെ. താനെയാണല്ലോ കൊട്ടിക്കൊണ്ടിരിക്കുന്നത്. ആരാത്? അയ്യോ, വേദന സഹിക്കാൻ പറ്റുന്നില്ലേ. ഓരോരുത്തരും വന്ന് കൊട്ടി തലയിൽ കോഴിക്കൊട്ട പോലെ മുഴയായല്ലോ. അയ്യോ, അച്ഛമ്മ വന്നെന്നാ തോന്നുന്നത്. എസ്കേപ്പ്. ചമ്പത്തെങ്ങ് പോലെ വളർന്നു വലുതായിട്ടും ഇപ്പോഴും മുഖത്ത് സോപ്പ് തേച്ച് കളിക്ക. ഞാൻ വരുന്നത് പോലും ശ്രദ്ധിക്കാതെ വന്ന് ഇടിക്ക. അയ്യോ, ഞാനൊന്നും ചെയ്തില്ല മാഡം. ഈ വീട്ടിലുള്ള ആരോ ആണ് എന്റെ തലമണ്ടക്കിട്ട് കൊട്ടിക്കൊണ്ടിരുന്നത്. ഞാൻ തന്നെ തന്റെ തല കൊട്ടിയത് അല്ല, അത് അവസാന. തുടക്കം തൊട്ടേ ആരോ എന്റെ തലയെ കൊട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു മാഡം. പക്ഷെ അത് ഇവിടെയുള്ള ആരാണെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല മാഡം. എന്തൊരു കൊട്ടായിരുന്നു. തലവേദനിച്ചിട്ട് വയ്യ മാഡം. കോഴിക്കൊട്ട പോലെയായി. ആരെങ്ങനെ ചെയ്തത്? മാഡം, എന്റെ മനസ്സ് പറയുന്നത് ഇത് ചെയ്തത് നമ്മുടെ കവിന്മാരായിരിക്കുമെന്നാണ് മാഡം. എടോ, എന്ത് ലോജിക്കില്ലാതെ സംസാരിക്കുന്നത്? നിന്റെ ഹൈറ്റ് എന്താ, കവിന്റെ ഹൈറ്റ് എന്താ? അവൻ ഏണി വെച്ച് കേറിയാ പോലും നിന്റെ തലക്കെട്ട് കൊട്ടാനുള്ള ഹൈറ്റ് എത്തില്ല.
അല്ല, ഞാൻ കുനിഞ്ഞപ്പോഴാ കൊട്ടി തുടങ്ങിയത്. നീ എന്തിനാ കുനിഞ്ഞേ? നേരെ നിൽക്കാൻ പാടില്ലായിരുന്നോ? വാഷ് ബേസിൽ ഞാൻ മുഖം കഴുകാൻ വേണ്ടി ഇങ്ങനെ കുനിഞ്ഞില്ലേ, അപ്പോഴാ കൊട്ടിയത്. എനിക്ക് 100% ഉറപ്പാ അത് കവിമോൻ തന്നെയാണെന്ന്. ആ